ഈ ചീറിപ്പാഞ്ഞ് ഞാൻ എങ്ങോട്ട് പോകുന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ കപ്പലിൽ നിന്ന് വന്നിട്ട് മുടി വെട്ടാമെന്ന് വിചാരിച്ചു. കാരണം കപ്പലിലിരിക്കുമ്പോൾ നമുക്ക് മുടി വെട്ടാൻ പറ്റത്തില്ല. അങ്ങനെ 10 മാസങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ മുടി വെട്ടുവാൻ പോകുന്നത്. നിങ്ങളപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ലൈക്കും കൂടെ ഒന്ന് തട്ടിവിട്ടേ. ലോകത്തിൻ്റെ ഏത് മുക്കിൽ പോയാലും തിരിച്ച് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ കിട്ടുന്ന സുഖം അതൊരു വേറെ ലെവൽ സുഖം തന്നെയാണ്. അപ്പോൾ ഇത്രയും മുടിയാണ് 10 മാസം കൊണ്ട് ഞാൻ വളർത്തിയെടുത്തത്. അപ്പോൾ ഇത് വെട്ടാനാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 10 മാസമായിട്ട് കപ്പലിൽ മുടി വെട്ടാത്ത കാരണം എന്തെന്ന്. അപ്പോൾ 10 മാസമായിട്ട് കപ്പലിൽ മുടി വെട്ടാത്ത കാരണം എന്തെന്ന് വെച്ചാൽ കപ്പലിൽ നമുക്ക് മുടി വെട്ടാൻ പോകാൻ സമയമൊന്നും കിട്ടത്തില്ല. കാരണം ഷോർ ലീവ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് സമയം നമുക്ക് കിട്ടത്തുള്ളൂ. പെർമിഷനൊക്കെ പെട്ടെന്ന് കിട്ടത്തില്ല പുറത്ത് പോകുവാൻ വേണ്ടി. പിന്നെ നമുക്ക് വെട്ടാൻ എന്ന് പറയുന്ന ഒരു വഴി എന്ന് പറയുന്നത് നമ്മൾ തന്നെ വെട്ടണം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവരെ കൊണ്ട് വെട്ടിപ്പിക്കും. ഞാൻ അപ്പോൾ മുള്ളറ്റാണ് വെട്ടാൻ പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ എൻ്റെ മുടി കണ്ടപ്പോൾ തന്നെ ഒന്ന് ഞെട്ടിപ്പോയി. കാരണം അത്രയ്ക്ക് മാത്രം എൻ്റെ തലയിൽ മുടി ഉണ്ടായിരുന്നു. അപ്പം മുടി വെട്ടാൻ നിൽക്കുന്ന ബ്രോ എൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്കൊന്ന് ഹെയർ വാഷ് ചെയ്തിട്ട് നമുക്ക് മുടി വെട്ടാമെന്നാണ്. അങ്ങനെ എൻ്റെ ഹെയറൊക്കെ വാഷ് ചെയ്ത് ഈ സെറ്റപ്പിലാക്കി. അപ്പോൾ ഇനി നമ്മൾ മുടിവെട്ടൽ എന്ന് പറയുന്ന ചടങ്ങിലോട്ട് പോകാൻ പോവുകയാണ്. ലാസ്റ്റ് ഏത് ഗെറ്റപ്പിലാവുമെന്ന് നമുക്ക് നോക്കാം. അവസാനം നമ്മുടെ ബ്രോ നമ്മുടെ മുടിനെ വെട്ടി ഈ കോലത്തിൽ ഒന്ന് ആക്കി തന്നു. ഫസ്റ്റ് വേറെ മോഡലാണ് വെട്ടിയത്. ആ മോഡൽ വെട്ടിയപ്പോൾ വീണ്ടും നല്ല മുടി ഉണ്ടായിരുന്നു. അവസാനം വെട്ടി ഈ കോലത്തിലാക്കി. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങളുടെ വലിയ സപ്പോർട്ടുകൾ ഞാൻ ചെറിയ ലൈക്കുകളായി പ്രതീക്ഷിക്കും. നാട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഞാൻ ഇതുപോലെ ഷോർട്സായി ഞാൻ ഇടുന്നതാണ്. കപ്പലിൽ തന്ന സപ്പോർട്ട് നാട്ടിലും തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ബൈ ഗായ്.